ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം എന്നെ ശിക്ഷിക്കുമോ, ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയിലാകരുത്. ദൈവസ്നേഹത്തിൻ്റെ തണലിലാണ്, പേടിയിലല്ല ഞാനും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയത്തിൻ്റെ താഴെയല്ല ഇപ്പം നിൽക്കേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ കരുതുന്നുണ്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന ആ വിശ്വാസത്തിലും ആ ബോധ്യത്തിലും ആ സ്നേഹത്തിലും ഇപ്പോൾ നിൽക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഞാനല്ല ഇവിടെ അത്ഭുതങ്ങളെ ചെയ്യുന്നത്, ഞാനല്ല രോഗികളെ സൗഖ്യമാക്കുന്നത്, ഞാനല്ല വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വചനത്തിലൂടെ യേശുവാണ് ഇവിടെ വരുന്നവർക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്നത്, അടയാളങ്ങൾ ചെയ്യുന്നത്, രോഗശാന്തികൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹത്വം മുഴുവൻ ദൈവത്തിനാണ്. സ്തുതിയും ബഹുമാനവും മഹത്വവും ദൈവത്തിനാണ്. നമുക്ക് തന്നെ അറിയാം, ഒരാഴ്ചയ്ക്കുള്ളിൽ എത്രയോ പേരാണ് ഓരോ ആഴ്ചകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യങ്ങളെ പറയുന്നത്. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു റിസൾട്ടാണ്. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനത്തിനായിട്ട് പോകുമ്പോൾ അവിടെ 3 പേരുടെ സഹായത്തോടെ ഒരാളെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു. 3 പേരുടെ സഹായത്തോടെ അവിടുത്തെ വചന ശുശ്രൂഷയും വർഷിപ്പും ആരാധനയെല്ലാം കഴിഞ്ഞ് ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരുടെ കൂടെയുള്ള ആൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളാണിത്. തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായിരുന്നു. അച്ഛൻ ആരാധനയെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി എഴുന്നേൽക്കാത്ത ആൾ ഇപ്പം എഴുന്നേറ്റി നിൽക്കുന്നയാളാണ്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആമേൻ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് ചിന്തിച്ചു, ദൈവമേ, ഈ മനുഷ്യന് വേണ്ടി ഇന്ന് പ്രത്യേകം ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ, ഈ മനുഷ്യൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ചൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. അന്ന് എനിക്ക് മനസ്സിലായത്, വചനത്തിലൂടെ യേശുവാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഇന്ന് കേൾക്കുന്ന വചനം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഒരത്ഭുതമായത് ജീവിതത്തിൽ മാറും. ഇന്ന് കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ ഒന്ന് സ്വീകരിക്കാൻ കഴിയട്ടെ. യേശുവേ, നിന്നിലൂടെ നിന്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഇന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അങ്ങയുടെ വചനത്തിനകത്തുള്ള സൗഖ്യശക്തി ഇന്ന് എൻ്റെ രോഗപീഠകളിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയണം. യേശുവേ, അങ്ങയുടെ വചനത്തിനകത്തുള്ള ആ വിടുതലിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമാകുന്ന അനുഭവം എനിക്കുന്നുണ്ടാകും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? എവിടെയാണോ നിങ്ങൾ പ്രശ്നങ്ങളെ അനുഭവിക്കുന്നത്? ശാരീരിക പീഡയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. രോഗമുള്ള ഭാഗത്ത് സാധ്യമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. സൗഖ്യമാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവശക്തി ആയിരിക്കുന്ന സ്ഥലത്ത് വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സാഹചര്യങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വെളിപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാസ്പോർട്ടോ
അതുപോലൊപ്പം തന്നെ ചില കാര്യങ്ങൾ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ, അതൊക്കെ നിയോഗമായി വെച്ചിട്ടുണ്ടാകാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടാകാം. ഒരു വഴി ദൈവം ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഒരു വഴി തുറന്നു തരട്ടെ. കേൾക്കുന്ന വചനത്തിലൂടെ ഒരു അനുഗ്രഹം വെളിപ്പെട്ടു വരട്ടെ. ആ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി ഇന്ന് വിടുവിക്കപ്പെടട്ടെ. ആ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ. എവിടെയാണോ പ്രാർത്ഥനയുടെ ആരാധനയുടെ ശബ്ദം ഉയരുന്നത്, അവിടെ ദൈവ പ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും. എവിടെയാണോ പ്രാർത്ഥനയുടെ ആരാധനയുടെ ശബ്ദം ഉയരുന്നത്, അവിടെ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങും. കണ്ണുകളെ അടച്ച് നമുക്കെല്ലാവർക്കും ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട്, കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തായ് പോലെ അമ്മയെ പോലെ തന്തൈ പോലെ അപ്പനെ പോലെ എന്നെ സ്നേഹിക്കുന്ന കരുതുന്ന നല്ല ദൈവത്തിന് ഇപ്പോൾ ഒന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളെ അടച്ച്, തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തോൾ മീതെ സുമന്തിടും എന്നേശയ്യാ. എന്താ പറഞ്ഞറിയാമോ? തായ് പോലെ അമ്മയെ പോലെ തന്തൈ പോലെ അപ്പനെ പോലെ എന്നെ തോളത്ത് വഹിക്കുന്ന എൻ്റെ ദൈവം, എന്നെ കൈവിടാത്തൊരു ദൈവം. അതാണ് തമിഴിൽ പാടുന്നത്. തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തോൾ മീതെ സുമന്തിടും എന്നേശയ്യാ. ഉന്നെ പോലെ പുരിന്തു കൊള്ള യാരുമില്ലയേ, ഉന്നെ പോലെ അരവണയ്ക്ക യാരുമില്ലയേ, ഉന്നെ പോലെ പുരിന്തു കൊള്ള യാരുമില്ലയേ, ഉന്നെ പോലെ അരവണയ്ക്ക യാരുമില്ലയേ. നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർ പോതും എൻ വാഴ്വിലേ, നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർ പോതും എൻ വാഴ്വിലേ. നീർപ്പോതും എൻ വാഴ്വിൽ എന്ന് പറഞ്ഞ് നീ മാത്രം മതി യേശുവേ. സകലത്തെ എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നുവെന്നാ പറയുന്നത്. നീർപ്പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർപ്പോതും എൻ വാഴ്വിലേ. മല പോലെ തുമ്പം എന്നെ സോളും പോത്, അത് പനി പോലെ ഉരുകിടും സൈവവരേ എന്ന് പറഞ്ഞെന്നറിയാമോ? എത്ര വലിയ പ്രശ്നങ്ങൾ ഒരു മല പോലെ ഉയർന്നാലും അത് മഞ്ഞ് പോലെ ഉരുകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് ചേർന്ന് പാടുകയാണ്. മല പോലെ തുമ്പം യേശുപോത്, അത് പനി പോലെ ഒഴുകിടും സൈവവരേ. കൺമണി കൺമണി പോലെന്നെ കാപ്പവരേ, ഉള്ളം കയ്യിൽ പൊറിന്തന്നെ നിனைப்பவரേ. കൺമണി പോലെന്നെ കാപ്പവരേ, ഉള്ളം കയ്യിൽ പൊറിന്തന്നെ നിனைப்பவரേ. നീർപ്പോതും എൻ വാഴ്വിലേ യേശയ്യാ, നീർപ്പോതും എൻ വാഴ്വിലേ. ആ രണ്ടു കരങ്ങളും ഉയർത്തി വിശ്വാസത്തോടെ, തായ് പോലെ തേറ്റി വിശ്വസിക്കുന്നു, തന്തൈ പോലെ വിശ്വസിക്കുന്നു, തോൾ മീതെ സുമന്തിടും എന്നേശയ്യാ. വിശ്വസിച്ചേ. തായ് പോലെ തേറ്റി തന്തൈ പോലെ ആറ്റി, തോൾ മീതെ സുമന്തിടും എന്നെ. വിശ്വസിച്ച് പറഞ്ഞു. ഉമ്മെ പോലെ ഉമ്മെ പോലെ പൊരിഞ്ഞു കൊള്ള യാരുമില്ലയേ, ഉമ്മെ പോലെ അരവണയ്ക്ക് യാരും. വിശ്വസിക്കുന്നു. അമ്മെ പോലെ, അമ്മെ പോലെ, ഉമ്മെ പോലെ പൊരിഞ്ഞു കൊള്ള യാരുമില്ലയേ,
പോലെ അരവണയ്ക്ക് വിശ്വസിച്ച് പറഞ്ഞ് നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ. ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പോലെ തുമ്പും എനശോരം പോത് അത് പണി പോലെ ഒരുകിടും സൈവവരേ. മല പോലെ തുമ്പം എനശോടും പോത് അത് പണി പോലെ ഒരുകിടും സൈവവരേ. കൺമണി പോലെ കൺമണി പോലെന്നെ കാപ്പവരേ. ഉള്ളം കയ്യിൽ പൊറിന്തന്നെ നിറയ്പ്പവരേ. കൺമണി പോലെന്നെ കാപ്പവരേ. ഉള്ളം കയ്യിൽ പൊറിന്തന്നെ നിറയ്പ്പവരേ. നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാനായി, ദൈവത്തെ ആരാധിക്കാനായി ഒരുമിച്ച് വന്നിട്ടുണ്ട്. പല സഭകളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാ സഭകളിലും പെട്ട ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായി വരുന്നുണ്ട്. ആർസിക്കാർ മാത്രമല്ല, ലാറ്റിൻകാർ മാത്രമല്ല. ഞാനിന്ന് കണ്ട ഒരുപാട് പേർ മാർത്തോമ പള്ളിയിൽ പോകുന്നവരുണ്ട്, യാക്കോബായ പള്ളിയിൽ പോകുന്നവരുണ്ട്, ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്നവരുണ്ട്, മലങ്കര പള്ളിയിൽ പോകുന്നവരുണ്ട്, CSI പള്ളിയിൽ പോകുന്നവരുണ്ട്. ഈ ആലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭാവ്യത്യാസങ്ങളില്ല. നമ്മൾ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാണ്. ദൈവസ്നേഹത്തിൻ്റെ മതിലുകൾക്കുള്ളിലാണ് നമ്മളുള്ളത്. വേറെ ഒരു തരത്തിലുള്ള തരം വ്യത്യാസങ്ങളോ ഒന്നും നമ്മുടെ ആരാധനയിൽ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി നിന്നുകൊണ്ടാണ് ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ വലിയ വിലയോടും ബഹുമാനത്തോടും കൂടെയാണ് ഞങ്ങൾ കാണുന്നത്. ബഹുമാനിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഇന്ന് ഒത്തിരി പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്. കാരണം നമ്മളിന്ന് മാതാപിതാക്കളുടെ കയ്യിൽ പ്രാർത്ഥിച്ച് ഒരു തൈലം കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നൽകുന്നത്. അതിൽ കൃത്യമായി പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു നിയോഗം ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. നമ്മുടെ മക്കളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അവർ രക്ഷപ്പെട്ടു വരണം. ഒരു ചതിക്കുഴിയിലും തെറ്റായ ജീവിതത്തിലും പോയി പെട്ടുപോകരുതെന്നൊരു വലിയ പ്രാർത്ഥന ഒരുപാട് മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. അത് മനസ്സിൽ വച്ചാൽ മാത്രം കാര്യമില്ല. നമ്മളെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഈ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് തലമുറയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. മാറ്റങ്ങൾ കൊണ്ടുവരും. ഭയങ്കരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതാണ് നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും. ആമേൻ. ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, ആകെ എനിക്ക് 1 മിനിറ്റേ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കട്ടെ. എങ്ങനെ ആയിരിക്കട്ടെ, 1 മിനിറ്റ് എനിക്ക് പറ്റുള്ളൂ. ആ 1 മിനിറ്റ് ഏറ്റവും ആത്മാർത്ഥതയോടെ ഉള്ളതായിരിക്കട്ടെ. ആമേൻ. എനിക്ക് 2 മിനിറ്റേക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും
ഏറ്റവും ആത്മാർത്ഥതയോടെ ആയിരിക്കട്ടെ. അതിനകത്ത് നിങ്ങൾക്കുള്ള വിടുതലുണ്ട്. ഞാനൊരു വചനം നിങ്ങൾ വിശ്വാസത്തിൽ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. വേദപുസ്തകവുമായി ബൈബിളുമായി വന്നിട്ടുള്ളവരുണ്ട്. വിവിധ സഭകളിലെ വിവിധ ബൈബിളുകളാകാം, പക്ഷേ അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആശയങ്ങൾ സെയിമാണ്. ആ വാക്യം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവിടെ എഴുതിയിരിക്കുവാണ്, ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതിനെന്തിനാ കഴിവ്? പഠിച്ച് പാസ്സാകാൻ കഴിവ് വേണം, ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ കഴിവ് വേണം, ഇനി ജർമ്മനിയിൽ പോകാൻ ആ ഭാഷ പഠിച്ചെടുക്കാൻ ഒരു കഴിവ് വേണം. ബൈബിൾ പറയുന്നു ദൈവമക്കളാകാനും ഒരു കഴിവ് വേണമെന്ന്. ആമേൻ. ആർക്കാണ്? നമ്മൾ ചുമ്മാ ഒരു പെട്ടിക്കകത്ത് കുറേ പേരുകൾ വച്ചിരിക്കുമല്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഇവർ നാളുകളിൽ നല്ല ഭാവി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയത്തക്ക വിധം അവർ ദൈവമക്കളാകാനുള്ളൊരു കഴിവ് നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ ഒരു തരിയെങ്കിലും അവർക്ക് കിട്ടാതിരിക്കില്ല. തന്നെ വിശ്വസിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളാകാൻ ദൈവം അവർക്ക് കഴിവ് കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഒരുപാട് പേർ പല വിധത്തിലുള്ള സങ്കടമാണ്. ഒത്തിരി ആഗ്രഹത്തോടെയാ ചില മക്കളുടെ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുത്തത്, പ്രതീക്ഷയോടെയാണ്, മകൻ്റെ ആയാലും മകളുടെ ആയാലും. പക്ഷേ കാര്യങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ അല്ല ഇപ്പോൾ അവരുടെ ആ ഒരു പോക്ക്. ഭയങ്കര ടെൻഷനുണ്ട്. എത്ര നാൾ അവരൊരുമിച്ച് പോകുമെന്ന് അറിയത്തില്ല. ഒരു ടെൻഷനുണ്ട് പലർക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്രയോ ചെറുതായിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുക്കണമേ. ആമേൻ. ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തെ അറിഞ്ഞു വരുന്നവരാ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമുള്ള മക്കളായി മാറുന്നത്. ആമേൻ. അല്ലെങ്കിൽ ദൈവത്തെ മറക്കുമ്പോൾ അവർ നിങ്ങൾക്കും നാടിനും ഒക്കെ തലവേദനയായി മാറും. അവർ വിളിച്ച് കംപ്ലൈൻറ്റ്, സ്കൂളിൽ കംപ്ലൈൻറ്റ്, കോളേജിൽ കംപ്ലൈൻറ്റ്, നാട്ടിൽ കംപ്ലൈൻറ്റ്, പള്ളിയിൽ കംപ്ലൈൻറ്റ്, എല്ലായിടത്തും കംപ്ലൈൻറ്റാണ്. എത്രയോ പേരങ്ങനെ വേദനിക്കുന്നുണ്ടെന്നറിയാമോ? നമ്മൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ദേശത്തുള്ളവരുണ്ട്, വിവിധ ദേശത്തു നിന്ന് വന്നവരുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരനുഗ്രഹത്തിൻ്റെ അടയാളമുണ്ടാകണം. അവർ ദൈവാനുഗ്രഹത്തിൽ കയറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്, വചനം പറയുന്നത്. ഞാൻ ഒരു കാര്യം കണ്ടു. ഒരു പേപ്പറിൽ കണ്ട കാര്യമാണ്, ദർശനമല്ല. ഒരു പേപ്പറിൽ കണ്ടൊരു ഫോട്ടോയാണ്. ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഇങ്ങനെയാണ്: മഴ പെയ്ത് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായ സമയം, വെള്ളമെല്ലാം തോടും പുഴയെല്ലാം നിറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കമ്പുകൾ, കൂട്, പ്ലാസ്റ്റിക്, പാത്രം എല്ലാം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകി ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും അടിയും. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിരിക്കുവാണ്. വള്ളി പൊട്ടിപ്പോയൊരു ചെരുപ്പ് ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്നു. അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നു. ഒഴുക്കിപ്പെട്ടതാണ്. ഏത് ചെരുപ്പാണ്? വള്ളി പൊട്ടിപ്പോയ ചെരുപ്പ്. ആരോ എടുത്തെറിഞ്ഞതാ. അത് ഒഴുകി ഇങ്ങനെ വരികയാണ്. അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞ്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നിയത്. എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പൊട്ടിയ ഒരു ചെരുപ്പിന് പോലും ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും. ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ, ഒരു ജീവനെ രക്ഷിക്കാൻ നമ്മൾ വള്ളി വെട്ടി എറിഞ്ഞ ഒരു ചെരുപ്പിന് വരെ പറ്റും. ഒരിലയ്ക്ക് പോലും പറ്റുമോ? ചിലപ്പോൾ നമ്മൾ കാണത്തില്ലേ, വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു കരികലയുടെ മുകളിൽ കുറേ ഉറുമ്പുകൾ കയറി നിൽക്കുന്നു. അത് ജീവൻ രക്ഷിച്ചത് ആ ഒരു ഇലയാണ്. ആ ഉണങ്ങിയ കരികലയ്ക്ക് പോലും, ആ ഉണക്ക ഇലയ്ക്ക് പോലും 5-10 ഉറുമ്പിൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിവുണ്ട്. പൊട്ടിയ ചെരുപ്പിന് ചിലപ്പോൾ നമ്മൾ കാണാം, ചില കട്ടിയുള്ള ഇലയുടെ മുകളിൽ വെള്ളം ഇങ്ങനെ പോകുമ്പം അരണയോ ഓന്തോ ഒക്കെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. എവിടെയോ ഒഴുകിപ്പെട്ടതാണ്. ഇപ്പോൾ ആ ഉണക്ക ഇലയാണ്
ആ കുഞ്ഞു ജീവിയുടെ ജീവനെ രക്ഷിച്ചത്. അപ്പോൾ ഒരു പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം എത്രയോ ദൈവത്തിൻ്റെ വചനമാണ്. അത് നിങ്ങളുടെ ജീവനെ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെ, കുടുംബത്തെ, തലമുറയെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ കേൾക്കുന്ന വചനം ആരുടേതായാലും നിങ്ങളെ അത് സ്വാധീനിച്ചാൽ അത് അനേകർക്ക് കൊടുക്കണം. ചിലരൊക്കെ പലതരത്തിൽ നമ്മൾ പോലും അറിയാതെ വിഷമിച്ചായിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ സത്യസന്ധമായ ജീവിതം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാനും നല്ല ചെരുപ്പൊന്നുമല്ല, വള്ളി പൊട്ടിപ്പോയ ചെരുപ്പാണ് നമ്മൾ പലരും. ഞാനങ്ങനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വള്ളി പൊട്ടിപ്പോയ ചെരുപ്പാണ് നമ്മളെങ്കിലും നമ്മളിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാൻ ദൈവം ക്രമീകരിക്കും. ആരൊക്കെയോ. എല്ലാം തികഞ്ഞിട്ടെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ചോദിക്കില്ല, നീ എല്ലാം തികഞ്ഞ ആളാണോ? ഞാനെല്ലാം തികഞ്ഞ ആളല്ല. എല്ലാം തികഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചോ നടക്കത്തില്ല. ഉള്ള അവസ്ഥയിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്യുമ്പോഴത് പലർക്കും അനുഗ്രഹമാകുന്നത്. മറക്കരുത്, ദൈവത്തിൽ വിശ്വസിച്ചവർക്കും ആ നാമത്തെ സ്വീകരിച്ചവർക്കും ദൈവ മക്കളാകാൻ ദൈവം കഴിവ് കൊടുക്കും. നിങ്ങളും പ്രാർത്ഥനയിൽ കിട്ടുന്ന ബോധ്യങ്ങൾ വീട്ടിൽ പറയണം. നിങ്ങൾ ആ പറയുന്നതിലൂടെ നിങ്ങൾ ഓർത്ത് നോക്കും, നമ്മുടെ കാലയിലിടുന്ന ചെരുപ്പ് വള്ളി പൊട്ടി കഴിയുമ്പം തോട്ടത്തിലേക്കോ പൊട്ടക്കിണറ്റിലേക്കോ തോട്ടിലേക്കോ വലിച്ചെറിയും. ആ വള്ളി പൊട്ടിയ ഒരു പൊട്ട ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ലേ? വെള്ളത്തിൽ താന്നുപോയി വെള്ളം കുടിച്ച് ചത്തുപോകേണ്ട ഒരു കോഴിക്കുഞ്ഞ് ആ ചെരുപ്പിൻ്റെ മുകളിലാണ് ഇപ്പം കയറി നിൽക്കുന്നത്. അത് രക്ഷപ്പെട്ടത് അങ്ങനാ. അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നതാണ് നമുക്ക് ഭയങ്കര സ്വാധീനിക്കുന്നത്. പൊട്ടിയ ചെരുപ്പോ കോഴിക്കുഞ്ഞോ ഒന്നുമല്ല, പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഒന്നും വില കുറച്ച് കണ്ട് എറിയരുത്. ഇത് പൊട്ടിയ ചെരുപ്പാ, കൊള്ളത്തില്ല, ഇയാൾക്ക് യോഗ്യത, ഇയാളുടെ ശുശ്രൂഷ കൊള്ളത്തില്ല പറയരുത്. അയാൾ പറയുന്നൊരു വാക്കും ഒരു പ്രാർത്ഥനയായിരിക്കും നാളെ എൻ്റെ ജീവനെ രക്ഷിക്കുന്നത്. അയാൾക്ക് പാടാൻ എന്താ യോഗ്യത? അയാൾ പാടുന്ന പാട്ടായിരിക്കും നാളെ എൻ്റെ ആത്മാവിന് ഒരു ബലം തരുന്നത്. ഇയാൾ അതിനാരാ, ഇയാൾ എന്താന്നൊക്കെ ചോദിക്കില്ലേ പലരും. ഇയാളുടെ വീട് എനിക്കറിയാം, ഇയാളുടെ കുടുംബം എനിക്കറിയാം, ഇയാൾ ഇങ്ങനത്തെ മനുഷ്യനാ. ആ പൊട്ടിയ ചെരുപ്പിനും കുറച്ചു പേരുടെ ജീവിതങ്ങളെ രക്ഷിക്കാൻ പറ്റും. കുറെ പേരെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. കുറെ പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാര്യം വള്ളി പൊട്ടിയ ചെരുപ്പാണ്. പക്ഷേ നമ്മളിലൂടെ കേൾക്കുന്ന വചനം അതാ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുമോ, ഞാൻ അയാൾക്ക് വചനം കൊടുത്താൽ അയാൾ എന്നാ വിചാരിക്കും? നീ ഭക്തി മാർഗത്തിൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കില്ലേ? നിങ്ങളും ഞാനും ചിലപ്പോൾ പൊട്ടിയതായിരിക്കാം, വീണതായിരിക്കാം, തകർന്നയാളായിരിക്കാം. പക്ഷെ നമ്മളിലൂടെ ചില ആളുകൾ ദൈവത്തിലേക്ക് വരും, ദൈവാനുഗ്രഹത്തിൽ വരും. തകർന്നു പോകേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒരു പക്ഷിക്ക് പോലും പറന്നുയരാൻ ഒരു ചിറക് പോരാ. എത്ര ചിറക് വേണം? 2 ചിറക് വേണം. നമുക്കെല്ലാം ഒരു ചിറകുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. അത് ഒരു ചിറകേ ആയിട്ടുള്ളൂ. ഇപ്പുറത്തൊരു ചിറകും കൂടെ വേണം. ഏത് ചിറക്? ദൈവാശ്രയത്വത്തിൽ നേടിയെടുത്തൊരു കുഞ്ഞ് കടുകോളം കടാക്ഷം, ദൈവാനുഗ്രഹം ഒരു ചിറക് പോലെ ശരീരത്തോട് ചേരുമ്പോഴാ നാളുകളിൽ നിനക്ക് ഉയരാൻ കഴിയുന്നത്. പക്ഷിക്ക് പോലും ഒറ്റ ചിറകെ പറക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷിയും ഒരു ചിറകിൽ ഇന്നുവരെയും പറന്നിട്ടില്ല. 2 ചിറക് വേണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ദൈവാശ്രയത്തെ എൻ്റെ മകൾക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, പക്ഷെ അവർക്ക് ദൈവവിചാരമില്ല, പ്രാർത്ഥനയില്ല. ആ ചിറകം കൂടി അവർക്ക് കൊടുക്കണമേ. പ്രാർത്ഥന, ദൈവാശ്രയത്വം, ദൈവാനുഗ്രഹം, ദൈവത്തോടുള്ള ബന്ധം, അത് നിനക്ക് തരുന്നത് ഉയർന്നു പറക്കാനുള്ള മറ്റൊരു ചിറക് കൂടിയാണ്. ഒരു കരം ഉയർത്തി ചേർന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇന്ന് വളരെ പ്രതീക്ഷയോടെ ഞാനിത് ഒരാഴ്ച കാലം ഇരുന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി പറയുന്നൊരു വാക്യമാണ് ഈ വചനങ്ങൾ. ഈ വചനം എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു തൈലം തരും, അല്ലെ ഒരു എണ്ണ തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 1 വയസ്സുള്ള ആളായിരിക്കും, 1/2 വയസ്സുള്ള ആളായിരിക്കും, 3 വയസ്സുള്ള ഒരാളായിരിക്കും, 10 വയസ്സുള്ള ഒരാളായിരിക്കാം. ആരുമാകട്ടെ, നിങ്ങൾ മാതാപിതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, നിങ്ങളുടെ കരം
ആ തൈലം കൊണ്ട് അവരുടെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ഈ മകനെ മകളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു വേണം പരീക്ഷയ്ക്ക് വിടാൻ. നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളായി അവിടെ പ്രവർത്തിക്കും. അതിലൂടെ അവർക്ക് കിട്ടുന്നത് ഒരു ദൈവാനുഗ്രഹം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പറക്കാനുള്ള ഒരു ചിറക് കൂടിയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം ശ്രദ്ധിച്ചു കേൾക്കുമോ? നിങ്ങൾ ഒന്ന് ഈ വചനമൊക്കെ നോട്ട് ചെയ്ത് വായിക്കുമോ, അല്ലെങ്കിൽ ഇത് കാണുകയൊക്കെ ചെയ്യണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന പ്രത്യേകത. വാക്യം വായിക്കുവാണ്. 1-ാമത്തെ വാക്യം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത്. എത്ര പേരെ? 72 പേരെ യേശു തെരഞ്ഞെടുത്തു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ആ കൂട്ടത്തിൽ എന്നെയും എൻ്റെ മക്കളെ കൂടി തെരഞ്ഞെടുക്കണമേ ദൈവമേ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ആ കൂട്ടത്തിൽ എന്നെയും കൂടി ആ കൂട്ടത്തിലൊന്ന് നിർത്തണമേ. 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവരെ 72 പേരെ അടുത്തു വിളിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ 2 പേരായി അയച്ചു. എങ്ങനെ അയച്ചു എന്നറിയാമോ? എന്തിനാ അടുത്ത് വിളിച്ചത്? പറഞ്ഞാൽ പോരായിരുന്നു ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, എങ്ങോട്ടേലും ഓരോ സൈഡിലേക്ക് നോക്കി ഇങ്ങോട്ട് അങ്ങ് പൊക്കോ? അങ്ങനല്ല. 72 പേരെയും അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമ്പോൾ ചില പ്രത്യേകതയുണ്ട്. അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ഇവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചിട്ട് ഇവർ തിരിച്ചു വന്നത് കരഞ്ഞോണ്ടാണോ പ്രാഗിക്കൊണ്ടാണോ എന്ന് എഴുതിയിട്ടുണ്ട്. 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു. അത് ശ്രദ്ധിച്ചോ? 72 പേരും കരഞ്ഞോണ്ടല്ല വന്നത്. 72 പേരും ഞങ്ങളുടെ ഭാവി പോയി, ജീവിതം കളഞ്ഞു തൊലച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്. 72 പേരും തിരിച്ചു വന്നത് എങ്ങനെ എഴുതിയിട്ടുണ്ട്? പ്രാഗിക്കൊണ്ടും ശപിച്ചുകൊണ്ടുമല്ല. 72 പേരും സന്തോഷത്തോടെ മടങ്ങി വന്നു. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവർ തിരിച്ചു വരുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഒരുപക്ഷെ നമുക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇതൊന്നും ഇതിനും ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് വചനങ്ങളെ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചും ചിന്തിക്കുമ്പോഴാണ് ഓരോ അനുഗ്രഹത്തിൻ്റെയും വില നമ്മൾ മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉദരത്തിലായിരിക്കും ഒരു കുഞ്ഞുള്ളത്. നിങ്ങൾ ഇന്നേ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചത് നാളുകളിൽ കരയേണ്ടി വരത്തില്ല. നാളുകളിൽ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ടി വരത്തില്ല. എഴുതിയിരിക്കുവാണ്, 72 പേരെ അടുത്തു വിളിച്ച് അനുഗ്രഹിച്ച് ഈ 2 പേരായി ഓരോ സ്ഥലത്തേക്കും അയച്ചു. അവർ എങ്ങനെ തിരിച്ചു വന്നു? അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഹല്ലേലൂയ. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഇന്ന് പലതും ഒത്തിരി സന്തോഷത്തോടെ അയച്ചത്, പക്ഷെ കരഞ്ഞോണ്ടാ പലരും തിരിച്ചു വരുന്നത്. ഒത്തിരി സന്തോഷത്തോടെ കല്യാണം കഴിച്ച് വിട്ടത്, പക്ഷെ തിരിച്ചു വരുന്നത് സന്തോഷത്തോടെ അല്ല. അപ്പോൾ മാതാപിതാക്കൾ ചോദിക്കും, എന്താ മോളെ നിനക്കൊരു വിഷമം ഉണ്ടല്ലോ? അല്ല, നിന്റെ മുഖത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. നീ ഇന്നലത്തെ ആളല്ല. കഴിഞ്ഞ ആഴ്ച നിന്നെ ഫോൺ വിളിച്ച് നിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിനക്ക് എന്തോ ഒരു ഭാരമുണ്ട്. നീ എവിടെയോ സന്തോഷത്തിലല്ല. ഒന്നുമില്ല മമ്മി, ഒന്നുമില്ല അമ്മ. അല്ല, എന്തോ ഉണ്ട്. സന്തോഷത്തോടെ അയച്ചത് പലരും തിരിച്ചു വരുന്നത് കാണുമ്പോൾ അറിയാം ആ മുഖത്തൊരു സന്തോഷമില്ല. പലതും ആഗ്രഹിച്ച് മുന്നോട്ട് പോയി, പക്ഷെ ആഗ്രഹിച്ചതുപോലല്ല. പക്ഷെ ഇവിടെ ദൈവം യേശു അനുഗ്രഹിച്ച് അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവർ തിരിച്ചു വന്നത് കരഞ്ഞോണ്ടല്ല, പ്രാഗിക്കൊണ്ടല്ല. ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത്, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊല്ലാൻ കൊടുത്തതൊന്നും പറഞ്ഞുകൊണ്ടല്ല. അവർ സന്തോഷത്തോടെ. ഇനി ഒരു കാര്യമുണ്ട്, സന്തോഷത്തോടെ വരാൻ എന്നാ കാരണം? അവർ എന്തിനാണോ പോയത് അതിൽ വിജയിച്ചത് കൊണ്ടല്ലേ ആ സന്തോഷം ഉണ്ടായത്.
ദൈവം എന്തിനാണോ അവരെ പറഞ്ഞു വിട്ടത് അതിൽ തോറ്റുപോയിരുന്നെങ്കിൽ കരഞ്ഞോണ്ട് വരത്തില്ലായിരുന്നോ? അവർ എന്തിനാണോ പോയത് അതിൽ വിജയിച്ചപ്പോഴാ അവരുടെ ഉള്ളിൽ മുഖത്ത് സന്തോഷമുണ്ടായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ പഠിക്കും, അവർ മാർക്ക് കിട്ടും, അവർ വിവിധ രാജ്യങ്ങളിൽ പോകും, വിവിധ തലങ്ങളിലെത്തും, വിവിധ കോഴ്സുകൾ പഠിക്കും. അവർ സന്തോഷത്തോടെ തിരിച്ചു വരണമെങ്കിൽ പോയ കാര്യം സക്സസ് ആകുമ്പോഴാ, വിജയിക്കുമ്പോഴാ സന്തോഷം ഉണ്ടാകുന്നത്. പകുതി വഴിക്ക് നിൽക്കുമ്പോഴല്ല, വിജയിച്ചു വരാൻ ദൈവം ഇടവരുത്തും. ഒന്നും കൂടി ആ വാക്യം ഒത്തിരി പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഒന്നും കൂടെ നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് ഇത് മറക്കരുത്, ഇത് മറക്കല്ല്. പല കാര്യങ്ങളും ഉദ്ദേശിച്ച് ഇറങ്ങിപ്പോയത് ഭയങ്കര സന്തോഷത്തോടെയാ അത് പഠിക്കാൻ പോയത്. ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത്, ആ വ്യക്തിയുമായി ജീവിതം തുടങ്ങിയത് ഭയങ്കര ഇഷ്ടത്തോടെയാ. പക്ഷെ ഇന്നോ ഭയങ്കര ദുഃഖമാണ്, ഇന്ന് സന്തോഷമില്ല. കണ്ടവരും വഴിയെ പോയവരും കാറയിൽ പോയവരും ആഘോഷത്തിന് പോയപ്പോഴൊക്കെ ചോദിച്ചു, എന്താടാ അതിൻ്റെ മുഖത്തൊരു ദുഃഖമുണ്ടല്ലോ എന്ന്, എന്തോ ഒരു ദുഃഖം ഉണ്ടെന്ന്. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം, യേശുവിന്റെ അനുഗ്രഹം മേടിച്ചു പോയ 72 പേരിൽ ഒരാൾ പോലും കരഞ്ഞോണ്ടല്ല വന്നത്, ഒരാൾ പോലും ശപിച്ചോണ്ടല്ല കയറി വന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് 72 പേരും സന്തോഷത്തോടെ വന്നു. 2 പേരെ വിട അയച്ചത്, ഒരാൾക്കും അവരുടെ ജീവിതത്തിൽ പരാജയമുണ്ടായില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും പറഞ്ഞു വിടുമ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരാൾ പോലും തോറ്റുപോകില്ല, ഒരാൾ പോലും പരാജയപ്പെടില്ല. അവർക്കും സന്തോഷമുണ്ടാകും. അവരെ കാണുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇടവരും. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ മക്കളുടെ മുഖം ഒന്ന് മനസ്സിക്കണ്ട, അവരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത്, കർത്താവെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ 3-ാമത്തെ ആളെ, 4-ാമത്തെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കൊച്ചുമക്കളെ ദൈവമേ നിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്, എൻ്റെ മകളെ അനുഗ്രഹിക്കുകയാണ്. അവർ ഈ ദേശത്തിൽ, അവർ മറ്റു രാജ്യങ്ങളിലാണ്, പഠിക്കുവാണ്, ജോലി ചെയ്യുകയാണ്. അവരെ ഓർത്ത് ചില ഭാരമുണ്ട്. ദൈവമേ അവരെ അനുഗ്രഹിക്കുന്നു. നാളുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം അവരുടെ മുഖത്തുള്ള സന്തോഷം, അവരുടെ മുഖത്തുള്ള ആനന്ദം. അത് ദൈവാനുഗ്രഹത്തിൽ നിനക്ക് കിട്ടിയതാണ്. ഇന്ന് പലരുടെയും മുഖത്ത് സന്തോഷമില്ല, പലരുടെയും മുഖത്ത് മുഴുവൻ ടെൻഷനാണ്, ഉറക്കമില്ല. ആകെ ഒരു 10 ദിവസമായി കുളിച്ചിട്ടില്ലാത്ത പോലെ ആകെ ക്ഷീണിതനാണ്. എന്തോ ഒരു സങ്കടമുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞാലും നീ എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം ഓർത്ത് 72 പേരിൽ 70 പേർ സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്നല്ല, 72 പേരും തിരിച്ചു വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 50 പേര് തിരിച്ചു വന്നു എന്നല്ല, 72 പേരും അനുഗ്രഹം കിട്ടിയ ഒരാൾ പോലും സന്തോഷിക്കാതിരുന്നില്ല. നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളിൽ ഒരാളും നഷ്ടപ്പെട്ടു പോകുകയില്ല, ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോവുകയില്ല, ഒരാളും നിങ്ങൾക്ക് വേദനയാകത്തില്ല. അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. അവർ സന്തോഷത്തോടെ തിരിച്ചു വരും. അവർ അനുഗ്രഹത്തിൽ വാഴും, അവർ അനുഗ്രഹത്തിൽ ജീവിക്കും. ഒന്ന് ചേർന്ന് പറയുവാണ്, മല പോലെ തുമ്പം എനസോടു പോതും അത് പണി പോലെ ഒരുകിടും സൈവവരെ. എന്താ പാടിയെന്നറിയാമോ? മല പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, മല പോലെ ഉയർന്ന പ്രതിസന്ധികൾ ഇന്നുണ്ടെങ്കിലും അത് മഞ്ഞുപോലെ ഉരുകും. ഒരു പക്ഷേ നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമായിരിക്കും, കരഞ്ഞോണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മല പോലെ തുമ്പം, അത്രയും ഒന്ന് പറഞ്ഞേ, മല പോലെ തുമ്പം എനസോടും അത് പണി പോലെ ഒരുകിടും സൈവവരെ. കൂടി പറഞ്ഞ്, മല പോലെ തുമ്പം എനസോടും അത് പണി പോലെ ഒരുകിടും സൈവവരെ. കൺമണി പോലെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാതെ, കൺമണി പോലെ കാപ്പവരെ ഉള്ള കയ്യിൽ പൊറിന്തന്നെ നിറൈപ്പവരെ. കൺമണി പോലെ കാപ്പവരെ ഉള്ള കയ്യിൽ പൊറിന്തന്നെ നിറൈപ്പവരെ. നീർ പോതും എൻ வாழ்விலே യേശയ്യാ, നീർ പോതും എൻ வாழ்விலே, നീർ പോതും എൻ வாழ்விலே
യേശയ്യാ നീർ പോതും എൻ വാഴ്വിലേ. ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയട്ടെ. 72 പേരെ അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് രണ്ടുപേരെ പല സ്ഥലങ്ങളിലേക്ക് യേശു അയച്ചു. ആ 72 പേരും എങ്ങനെയാ തിരിച്ചു വന്നേ? സന്തോഷത്തോടെ. ആമേൻ. അത് എഴുതിയിട്ടുണ്ട്. 72 പേരും തിരിച്ചു വന്ന് ചാപ്പാട് കഴിച്ചു എന്നല്ല, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. ആമേൻ. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ നിങ്ങൾ യാത്ര ചെയ്തു വന്നത്, സന്തോഷത്തോടെ ഒരു അനുഗ്രഹം പറയാൻ ദൈവം ഇടവരുത്തും. ഈ കഷ്ടപ്പാടൊക്കെ മറക്കും. ആമേൻ. ഓ, ഈ ചുരം കയറി ഇത്രയും ദൂരം, എത്ര സമയം, എത്ര വണ്ടിക്കാശ്, എത്ര ദിവസം, സന്തോഷം, അതെല്ലാം മറക്കുന്ന വിധത്തിൽ സന്തോഷം ഉണ്ടാകും. അപ്പം നിങ്ങൾ ചിന്തിക്കില്ലേ, ഓ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമോ? ഇപ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ച് ഒരെണ്ണയും ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് നൽകുമ്പോൾ ഓർക്കും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ? ഒരു പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു ജീവനെ രക്ഷിക്കാൻ കഴിവുണ്ട്. ആമേൻ. ഉണ്ടോ? ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഇല എത്ര ഉറുമ്പിനെയാണ് രക്ഷിച്ചത്? അപ്പോൾ അതിനേക്കാൾ എത്രയോ വിലയുള്ളതാ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയെന്നറിയാമോ? അത് നമ്മുടെ മക്കളുടെ വെള്ളത്തിൽ താഴ്ന്നു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നമ്മുടെ തലമുറയെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് ഓരോ പ്രാർത്ഥനയും. ആമേൻ. ഓരോ വചനവും. ഹല്ലേലൂയ. മറക്കല്ല്. സന്തോഷത്തോടെ ഒരു സാക്ഷ്യം പറയും നിങ്ങളും. ആമേൻ. വിശ്വസിക്കുന്നു. ഞാനൊരു നേർച്ച നേർന്നു ചുമ്മാ ഒരു സാക്ഷ്യം പറയാനല്ല, സന്തോഷത്തോടെ. അടുത്ത വാക്യം വായിക്കുവാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടെ വരാനുള്ള ന്യായമായ വകുപ്പില്ല. കാരണം ഇവർ പോയതൊന്നും വലിയ സംവിധാനങ്ങളിലേക്കൊന്നും നല്ല, നമ്മൾ പറയില്ലേ, എൻ്റെ കൊച്ചു UK പോയി, കാനഡയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി. പോയത് എങ്ങോട്ടാന്ന് പറഞ്ഞു തരാം, ഏത് സ്ഥലത്തേക്കാന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ വാക്യം പോകുവിൻ. ഇവരെ 72 പേരെ വിളിച്ചിട്ട് വിട്ടത് എങ്ങോട്ടാ? പോകുവിൻ. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കുടുങ്ങി. വിട്ടത് സൗഭാഗ്യത്തിന്റെ നടുവിലേക്കൊന്നും അല്ല. എങ്ങോട്ടാ? ചെന്നായ്ക്കളുടെ നടുവിൽ. നേരാമണ്ണം ഓടാൻ അറിയാത്ത മൃഗമാ കുഞ്ഞാട്. ചെന്നായ എന്ന മൃഗത്തിന്റെ പ്രത്യേകത അറിയാമോ? അത് സിംഹത്തെ പോലെയോ കരടിയെ പോലെയോ കടുവയെ പോലൊന്നുമല്ല. ചെന്നായ എന്ന് പറഞ്ഞാൽ കൂട്ടമായി വരും, മരിക്കുന്നതിന് മുമ്പ് തിന്നാൻ തുടങ്ങും. മറ്റേത് മൃഗവും കഴുത്തിന് പിടിച്ച് ആ മൃഗത്തെ കൊന്നതിന് ശേഷമേ ഭക്ഷിക്കുകയുള്ളൂ. എന്നാൽ ചെന്നായി മാത്രം എവിടെയാണോ അത് പിടിക്കുന്നത് അവിടെ തൊട്ട് അത് ഭക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ അതിനെ തിന്ന് അതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടും. മൃഗീയമായി ചെന്നായ്ക്കൾ കൊല്ലും. ദൈവം ഈ 72 പേരെ യേശു അയച്ചത് കടിച്ചു കീറി തിന്നുന്ന ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ്, അതേപോലുള്ള സിറ്റുവേഷനിലേക്ക് അയച്ചത്. പക്ഷെ അനുഗ്രഹത്തിൽ പോയിട്ട് 72 പേരിൽ ഒരാളും ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പറഞ്ഞു വിട്ടേലും, പ്രതിസന്ധികളുണ്ടെങ്കിലും, ചെന്നായ്ക്കളെ പോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വലിച്ചു കീറി തിന്നുന്ന ശത്രുക്കളും ഉണ്ടായിരുന്നിട്ടും 71 പേര് തിരിച്ചു വന്നു എന്നല്ല, 72 പേരും തിരിച്ചു വന്നു എന്നാ. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ വളരുന്നത്, ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാകാം. നിങ്ങൾ പറയില്ലേ, എനിക്ക് ഭയങ്കര ഭയമാണ്, അവിടെ ലഹരിയുണ്ട്, അവിടെ കഞ്ചാവുണ്ട്, അവിടെ കൂട്ടുകെട്ട് മോശമാണ്, എന്നാന്നറിയത്തില്ല, ദൈവമേ ഇവിടെ തീ തിന്നിട്ട് ജീവിക്കാൻ മേല. ഏതു ചെന്നായ്ക്കളുടെ നടുവിലായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ ടോട്ടൽ എതിരായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ മേൽ നിലനിൽക്കുന്ന നിങ്ങൾ കൊടുത്തയച്ച ഒരു അനുഗ്രഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ അവർ സന്തോഷത്തോടെ തിരിച്ചു വരും. ഹല്ലേലൂയ. കാരണം അവരെ നയിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 4-ാമത്തെ വാക്യം ഉറക്കെ വായിക്ക്. മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ഒന്നുമില്ല താനും. പൈസയില്ല, ബാങ്ക് ബാലൻസും ഇല്ല, മടിശീലയില്ല, ബാഗും ഇല്ല, വണ്ടിയില്ല, ഒന്നുമില്ല. എന്നിട്ട് തിരിച്ചു വന്നത് ഭയങ്കര സന്തോഷത്തോടെ. അതാണ് ദൈവാനുഗ്രഹത്തിൽ പോകുമ്പോൾ. ഇന്ന് നമുക്ക് ഇതെല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. നമുക്ക് മടിശീലയുണ്ട്, പണമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, 2-3 വണ്ടിയുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, പക്ഷേ സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ പറയും, എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് സന്തോഷമില്ല. എൻ്റെ വീട്ടിലേക്ക് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മിണ്ടും പറയും ചിരിക്കും. വീട്ടിലേക്ക് വരുമ്പോൾ
എനിക്ക് ഒന്നും സംസാരിക്കാൻ തോന്നില്ല, സന്തോഷമില്ല. സന്തോഷം ഉണ്ടാകുന്നത് ആ ദൈവാനുഗ്രഹം നിന്റെ മേൽ വരുമ്പോഴാണ്. ആമേൻ. ആ അനുഗ്രഹത്തിൽ നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ സന്തോഷത്തോടെ തിരിച്ചു വരാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ചിന്തിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഇവരെ പറഞ്ഞു വിട്ടത് ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ്. കുഞ്ഞാടുകളെ എന്ന പോലെയാണ്. നേരാമണ്ണം ഓടാനും പോലും അറിയാത്ത മൃഗമാണ് കുഞ്ഞാട്. ഇച്ചിരിയൊക്കെ ഓടത്തുള്ളൂ. ചെന്നായ്ക്കൾ പറഞ്ഞ നേരം കൊണ്ട് അതിനെ തീർത്ത് കളയും. പക്ഷെ തൊടാൻ പറ്റില്ല. കാരണം നിന്റെ മേൽ നിൽക്കുന്ന ഒരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ പകരുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതെന്ത് ചെയ്യണം? നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ എല്ലാ ദിവസവും ഒരു നിമിഷം പ്രാർത്ഥിച്ചത് പുരട്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചമ്മലായിരിക്കും, മടിയായിരിക്കും, നാണമായിരിക്കും. ഞാനോ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അനുഗ്രഹത്തിൽ നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. നാളെ 10 പേരുടെ എണ്ണത്തിൽ കൂടി വരാൻ വേണ്ടിയല്ല ഇത് പ്രസംഗിക്കുന്നത്. നാളെ നിങ്ങൾക്ക് നല്ലൊരു നാളുകൾ ഉണ്ടാകാൻ, അനുഗ്രഹമുള്ളൊരു തലമുറ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, നല്ല നന്മകൾ അനുഭവിക്കുന്ന ഒരു തലമുറ നമ്മൾ ആരിലൂടെയൊക്കെയോ എഴുന്നേറ്റ് വരാനുണ്ട്. അതിനുവേണ്ടിയാ ഇതൊക്കെ, ഈ തൊണ്ണയൊക്കെ ക്ഷീണവാണയിലും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരാൾ ഇനി എഴുതിയിട്ടുണ്ട് 72 പേര് പോയി. എത്ര പേര് തിരിച്ചു വന്നു? 71 72 പേര് തിരിച്ചു വന്നു. അവിടെ എഴുതിയിട്ടുണ്ട് 72 പേര്. എങ്ങനെ തിരിച്ചു വന്നു? പ്രാഗിക്കൊണ്ടല്ല, ശപിച്ചോണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടല്ല, സന്തോഷത്തോടെ. അവരെന്തിനാണോ ഇറങ്ങി തിരിച്ചത് അതിൽ വിജയിച്ചത് കൊണ്ടാ അവർ സന്തോഷിച്ചത്. നിങ്ങളുടെ മക്കൾ എന്തിനിറങ്ങി തിരിച്ചോ അതിൽ വിജയിച്ചു വരണമെങ്കിൽ ഈ അഭിഷേകം, ഈ അനുഗ്രഹം അവരിൽ വേണം. ഒരു ചിറകുള്ള പക്ഷി ഇന്നുവരെയും പറന്നുയർന്നിട്ടില്ല. പറക്കാൻ 2 ചിറക് വേണം. ആ ഒരു ചിറകാണ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവരുടെ തലമുറയിൽ, നിങ്ങളുടെ തലമുറയിലേക്ക് വ്യാപരിക്കുന്നത്. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം വായിക്കുവാണ്. ശ്രദ്ധിച്ചു കേൾക്കുമോ ഈ വാക്യങ്ങൾ? അതായത് ഇന്ന് പിശാച് എത്ര ഉയർന്നു നിൽക്കുവാണേലും, വിജയിച്ചു നിൽക്കുവാണേലും, നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിലും അഭിഷേകത്തിലും ജീവിക്കാൻ തുടങ്ങുമ്പോൾ എത്ര ഉയരത്തിൽ വിജയിച്ചു നിൽക്കുന്ന പിശാചാണേലും നിലത്ത് വീഴും. ആമേൻ. പരാജയപ്പെടും. ഉദാഹരണ സഹിതം വായിക്കാം. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കുവാണ്. 72 പേരും സന്തോഷത്തോടെ, ആ വാക്ക് പ്രധാനപ്പെട്ടതാ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു എന്നാന്ന് കേട്ടോ? കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഒരു അനുഗ്രഹത്തിൽ ഇറങ്ങിപ്പോയവര് തിരിച്ചു വന്ന് പറയുവാ, ബാഗില്ല, സഞ്ചിയില്ല, പൈസ തന്നില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഞങ്ങൾക്ക് വണ്ടിയില്ല, സ്കൂട്ടിയില്ല, കാറില്ല എന്നല്ല പറഞ്ഞത്. നിന്റെ ഒരു അനുഗ്രഹത്തിൽ, നിന്റെ നാമത്തിൽ പോയപ്പോൾ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ആമേൻ. നമ്മളെ തകർക്കുന്ന, നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന തിന്മയുണ്ട് ഈ ലോകത്ത്. നമ്മുടെ ഭാവിയെ, നല്ല ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മയുണ്ട്. അത് അനുഗ്രഹമുള്ളവന്റെ, വചനത്തിൽ നിൽക്കുന്നവന്റെ, ആശീർവാദമുള്ളവന്റെ മുമ്പിൽ അത് കീഴടങ്ങുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നോക്കൂ, 72 പേരെയും അടുത്ത് വിളിച്ച് യേശു അനുഗ്രഹിച്ച് അവരെ പറഞ്ഞു വിട്ടിട്ട് പിശാച് അവരുടെ മേൽ വിജയം നേടിയെന്നല്ല എഴുതിയിരിക്കുകയാണ്. നിന്റെ നാമത്തിൽ പിശാചുക്കൾ കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു, കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഒരു തിന്മയും വിജയിക്കുകയില്ല, ഒരു അനർത്ഥവും നമ്മുടെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. ഒരു അനുഗ്രഹത്തിൽ ജീവിക്കുന്നവന്റെ മുമ്പിൽ പിശാച് വിറച്ചു വീഴും. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളെ നമുക്കൊന്ന് പ്രാർത്ഥനയിൽ സ്വീകരിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഇതൊന്ന് പ്രാർത്ഥിക്കണം. തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ മുമ്പിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ഒരു ആരാധനയാണ്. ആരാധനയുടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമ്പോൾ അവിടെ ദൈവപ്രവൃത്തികൾ ആരംഭിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച്, പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ ഇല്ലാഞ്ഞത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. പ്രസംഗിക്കാൻ പോയിന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, എങ്ങനെയേലും തീർക്കണമെന്ന ഉദ്ദേശത്തിലല്ല. ഇപ്പോൾ കേട്ട വചനമുണ്ടല്ലോ, ആവർത്തന വിരസതയായി തോന്നിയാലും 1000 വട്ടം പറഞ്ഞാലും അത് അധിക പറ്റാവത്തില്ല. കാരണം അനുഗ്രഹത്തിൽ പോകുന്നവന്റെ മുമ്പിൽ സാത്താൻ കീഴ്പ്പെടും.
വചനത്തിൽ നിൽക്കുന്നവന്റെ മുമ്പിൽ സാത്താൻ താഴെ വീഴും. അല്ലാതെ നമുക്ക് അഭ്യാസം അറിയാം, എനിക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, നീ ഇതിലൊന്നും എനിക്ക് കഥയില്ല, വിശ്വാസമില്ല എന്ന് പറയുന്നവന്റെ മുമ്പിലല്ല. യേശുവിന്റെ അനുഗ്രഹം കിട്ടിയ 72 പേരും പറഞ്ഞു ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. 72 പേരും പറഞ്ഞു ഞങ്ങൾക്കൊരു ടെസ്റ്റിമണി പറയാനുണ്ട്, ഞങ്ങൾക്കൊരു അനുഗ്രഹം പറയാനുണ്ട്. കർത്താവേ, നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ ഈ 2 പേരായി പോയപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ എഴുന്നേറ്റ് നിന്ന പിശാചുക്കൾ കീഴടങ്ങുന്നത്, താഴെ വീഴുന്നത്, തകരുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. എവിടെയോ നിങ്ങൾക്ക് വിജയിക്കണമോ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അത് ഒറ്റ ഒരു ശക്തി കൊണ്ട് മാത്രം കഴിയത്തില്ല. കുഞ്ഞെ, നിന്റെ മേൽ വരേണ്ട ഒരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ വരേണ്ട ഒരു കടാക്ഷമുണ്ട്. ഒറ്റയ്ക്ക് നിനക്ക് ഒന്നും നേടാൻ കഴിയില്ല. ബൈബിൾ പറയുന്നു എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ ചിലപ്പോൾ വലിയ അഭിപ്രായമൊക്കെ പറയും, ഞാൻ ചെയ്യും, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറയും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ നീ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി തിരിച്ചു വരും. എന്നാൽ നിന്റെ മേൽ ഒരു കടാക്ഷമുണ്ടെങ്കിലോ, നിന്റെ മേൽ ഒരു അനുഗ്രഹമുണ്ടെങ്കിലോ പിശാചുക്കൾ നിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് ആരും നിന്നെ കാണിക്കേണ്ട, നീ തന്നെ അത് കാണും. കാരണം മറ്റൊന്നുമല്ല, നിനക്ക് കുറെ ശരീരമുള്ളത് കൊണ്ടോ ആരോഗ്യമുള്ളത് കൊണ്ടോ അല്ല, നിന്റെ മേൽ പകർന്നു കിട്ടിയ ഒരു അഭിഷേകത്തിന്റെ മുദ്ര നിന്റെ തലേ കിടപ്പുള്ളതുകൊണ്ടാ. 72 പേരെയും യേശു അടുത്ത് വിളിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ 2 പേരെ പറഞ്ഞയച്ചപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യമാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ കീഴടങ്ങുന്നത് കണ്ടു. അവർ ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കി, പക്ഷെ ഞങ്ങൾ തോറ്റില്ല, കാരണം ഞങ്ങളുടെ മേൽ കിടന്ന ഒരു അഭിഷേകമുണ്ട്. ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന അമ്മമാരും അപ്പച്ചമാരും യുവതി യുവാക്കൾ സകലരെയും ബഹുമാനത്തോടെ കാണുകയാണ്. ഈ വചനം കേൾക്കുവാൻ ഒരു ഭാഗ്യവും അവസരവും ദൈവം തന്നല്ലോ. ഇങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ, ഇതുപോലെയൊക്കെ പ്രസംഗിക്കാൻ ഒരു വാക്ക് എനിക്ക് നൽകിയല്ലോ. കർത്താവ്, ഇതൊന്നും എന്റെ ശക്തിയിലല്ല, ഞാൻ എന്റെ ബുദ്ധിയിൽ പറയുന്നതല്ല, ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്നതും ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നതും ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പിശാചു ജയിക്കാതിരിക്കാൻ, നിങ്ങളുടെ തലമുറകളുടെ മേൽ പിശാചു ജയിക്കാതിരിക്കാൻ ഒരുപാട് പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. മക്കൾ ദൈവത്തിൽ നകന്നു നിൽക്കുന്നു, പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല, വാതിലടയ്ക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അവർക്ക് ഭക്തി ഇഷ്ടമില്ല, അവർക്ക് ദൈവാരാധന ഇഷ്ടമല്ല, അവർക്ക് ദേഷ്യം വരുന്നു, അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് പോകണം, ജീവിക്കണം എന്നൊക്കെ പറയുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വേദനയാണ്. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ വരുമ്പോൾ, ആ അനുഗ്രഹം ഈ വചനത്തിലൂടെ കിട്ടുമ്പോൾ, നിങ്ങളും നാളുകളിൽ പറയും, നിങ്ങളുടെ തലമുറ വിളിച്ചു പറയും, ഞങ്ങളുടെ മുമ്പിൽ പിശാചുക്കൾ കീഴടങ്ങുന്നത് ഞാൻ കണ്ടു, അന്ധകാര ശക്തികൾ ഞങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ഈ ജനത്തിന് അത് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഈ തലമുറകളുടെ മേൽ ഒരു തിന്മയും വിജയിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ ഉയർന്നു വരികയില്ല. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുമോ? വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ജീസസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയും ഒരു തീമയും നിന്നെ തൊടുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഈ അർത്ഥമുള്ള ഗാനം ചേർന്ന് പാടുകയാണ്. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, പറഞ്ഞു, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. അർത്ഥം പറഞ്ഞെന്ന് പാടാമോ? ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, പിന്നെയോ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ വേദനകൾ, എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുമ്പിൽ യാഗമാ
എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ആ രണ്ടു കരങ്ങളും ഉയർത്തി ഒന്ന് പറഞ്ഞു, ഇതുപോലെ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അടുത്ത വരികളൊന്ന് പാടാമോ? സ്വർഗ സുഖ പീഠം വെടിഞ്ഞോ, എന്നെ തേടി വന്നവനേ. സ്വർഗ സുഖ പീഠം വെടിഞ്ഞോ, എന്നെ തേടി വന്നവനേ. തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞോ, തന്നെ താൻ താഴ്ത്തിയോനേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. അതുകൊണ്ട് കരമുയർത്തി ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. കരങ്ങൾ താഴ്ത്തി നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിയോഗ ഗാനം ചേർന്ന് പാടി ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വചനത്തോട് ചേർത്ത് വെച്ച്, വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങളെല്ലാം സകല വിശുദ്ധരുമേ സാധ്യമാക്കണമേ, സാധ്യമാക്കിയിടണമേ. വചനത്തോട് ചേർത്ത് വെച്ച് പാടാമോ? വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗമെല്ലാം ഈ നിയോഗങ്ങളായി സകല വിശുദ്ധരുമേ, സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. വെഞ്ചരിച്ച തിരി അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥനകളുടെ കൈകളിൽ എടുക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് 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 സാധിച്ചു തരണമേ. 3 നിയോഗത്തെ ഞാൻ മനുഷ്യന്മാരുടെ കയ്യിലല്ല, സർവശക്തനായ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഞാൻ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവുക.
എനിക്ക് വരും ദിവസങ്ങളിൽ ഈ അടയാളം കാണണം. ഈ അനുഗ്രഹ ആലയത്തിൽ വന്നിട്ട് എനിക്ക് അനുഗ്രഹത്തോടെ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം. നിങ്ങൾ അനേകരോട് വിളിച്ചു പറയണം നിയോഗ പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കി എല്ലാവരും അധരം തുറന്ന് യേശുവേ എന്ന് മാത്രം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. ആരോഗ്യ പീഡകൾ വിട്ടുമാറട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ.